ഇടുക്കിയിൽ വീണ്ടും വൻ ഭൂമി കയ്യേറ്റം. നെടുങ്കണ്ടം കൈലാസപ്പാറയിൽ നൂറുകണക്കിന് ഏക്കർ ഭൂമി സ്വകാര്യ വ്യക്തികൾ വേലികെട്ടി തിരിച്ചു. പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് വിവിധ നിർമ്മാണങ്ങൾ നടക്കുന്നത്. മുൻപിവിടെ NCC പരിശീലന കേന്ദ്രം പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പട്ടയ വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ മലനിരകൾ പൂർണ്ണമായും കയ്യേറിയാണ് വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മലമുകളിലൂടെയുള്ള പാതയുടെ ഇരുവശത്തും വേലി നിർമ്മിച്ച് സ്വകാര്യ ഭൂമിയെന്ന ബോർഡ് സ്ഥാപിച്ചു. വേലിയുടെ ഇരുവശവും പാറ, പുറമ്പോക്കും പുൽമേടുകളും നിറഞ്ഞ മേഖലയാണ്. സഹ്യപർവ്വത നിരയുടെ 4 വശത്തേക്കുമുള്ള കാഴ്ചയും അതിവിശാലമായ ആകാശക്കാഴ്ചയും ലഭിക്കുന്ന മേഖലയുടെ ടൂറിസം സാധ്യതകൾ മുന്നിൽ കണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മുൻപ് കൈലാസപ്പാറയിലെ ഏതാനും ഏക്കർ ഭൂമിയിൽ NCC പരിശീലന കേന്ദ്രം ആരംഭിക്കാൻ പദ്ധതി ഒരുക്കിയിരുന്നു. എന്നാൽ ഭൂമിയുടെ പട്ടയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ തുടർന്ന് പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. ഇപ്പോൾ ടൂറിസത്തിന്റെ മറവിൽ വ്യാപകമായ രീതിയിൽ ഈ ഭൂമി കയ്യേറി വേലി നിർമ്മിച്ച് ചിലരൊക്കെ ഇത് കരസ്ഥമാക്കിയിരിക്കുകയാണ്. അതിർത്തിയിൽ സൈന്യം വേലി നിർമ്മിക്കുന്നത് പോലെയാണ് റോഡിന് ഇരുവശവും കെട്ടി അടച്ച്. ഒന്ന്, ഇത് പാറക്കൂട്ടങ്ങളാണ്, ഇക്കോളജിക്കലി വളരെ ഫ്രജൈലായ ലാൻഡാണ്. ഭൂമിശാസ്ത്രപരമായിട്ട് ഇത് നെടുങ്കണ്ടം ടൗണിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അവിടെ നടക്കുന്ന ഏത് നിർമ്മാണവും അത് നെടുങ്കണ്ടം ടൗണിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒന്നാണ്. ചക്രമുടിക്ക് സമാനമായ രീതിയിൽ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള മലനിരകൾ പൂർണ്ണമായും കൈവശപ്പെടുത്തിയാണ് കൈലാസപ്പാറയിലും കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഉടുമ്പൻചോല താലൂക്ക് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന നെടുങ്കണ്ടം ടൗണിനോട് ചേർന്ന് വൻ ഭൂമി കയ്യേറ്റം നടന്നിട്ടും റവന്യൂ വകുപ്പ് ഇതുവരെയും നടപടി സ്വീകരിച്ചിട്ടില്ല. അമൃത ന്യൂസ്, ഇടുക്കി.